നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇഡി നടപടിയിൽ സിപിഎം കടുത്ത ആശങ്കയിലാണ്. അധിക സമ്മർദ്ദം തൃശൂർ സീറ്റിനോ എന്ന ചോദ്യം പോലും പാർട്ടിയിൽ ശക്തമാവുന്നു. കരുവന്നൂരിൽ പാർട്ടി ഉറ്റുനോക്കുന്നത് ഇഡിയുടെ തുടർ നടപടികൾ തന്നെയാണ്. സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി പാർട്ടിയിൽ കടുത്ത ആശങ്ക നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച അതേ നീക്കമാണ് ഇഡി തൃശൂരിൽ നടത്തിയതെന്നാണ് ഇവർ പറയുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടിൽ നിന്നും ഈ മാസം 1 കോടി രൂപ പിൻവലിക്കുകയും അത് ആദായ നികുതി റിട്ടേണിൽ നൽകാതിരിക്കുകയും ചെയ്ത നടപടിയാണ് സിപിഎമ്മിനെ സംശയമുനയിലാക്കിയത്. ഇഡിയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ലതും പാർട്ടിയെ വെട്ടിലാക്കി. ആദായ നികുതി വകുപ്പും ഈ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം സിപിഎമ്മിന്റെ മുന്നിലുണ്ട്. പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക കൂടാതെ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഫോണും ഇഡി പിടിച്ചെടുത്തു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുൻനിർത്തിയുള്ള ഇഡി നീക്കത്തിന് തൃശൂർ ലോക്സഭാ സീറ്റുമായി ബന്ധമുണ്ടെന്ന് ചിലരെങ്കിലും ആരോപിക്കുന്നുമുണ്ട്. ബിജെപി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തൃശൂർ സീറ്റ് അഭിമാന പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത്. നരേന്ദ്രമോദി അടുപ്പിച്ച് 2 തവണ വരികയും റോഡ് ഷോ വരെ നടത്തുകയും ചെയ്ത മണ്ഡലമാണ് തൃശൂർ. പക്ഷേ എങ്ങനെ ഇവിടെ ജയം എന്ന ചോദ്യമാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലുള്ളതെന്ന് സിപിഎം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് സിപിഎമ്മിന് മുകളിൽ ലീഡ് ചെലുത്തുന്ന അധിക സമ്മർദ്ദം ചർച്ചയാകുന്നത് എന്നാണ് പറയുന്നത്. തൃശൂരിലെ ക്രൈസ്തവ സഭകളുടെ നീക്കം പോലും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടം വീണുടഞ്ഞത് അശുഭകരമാണെന്ന പ്രചരണം പോലും സിപിഎം വ്യാപകമായി നടത്തിയിരുന്നു. കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് എന്ന ചോദ്യമുയർത്തി അത് വിവാദമാക്കുന്നതിൽ കോൺഗ്രസും എത്തി. ഇതിലെല്ലാം പ്രതിരോധത്തിലാണ് സുരേഷ് ഗോപി എന്നാണ് ഇവർ പറയുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയാണ് ബിജെപിക്കും സുരേഷ് ഗോപിക്കും കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തൽ പോലും വരുന്നു. കരുവന്നൂരിനെ മുൻനിർത്തി കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കമാണ് ഇതെന്ന് വരുത്തി തീർക്കാനാണ് സിപിഎം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ വിലയിരുത്തൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന തോന്നലും അവർക്കുണ്ട്. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സിപിഎം ഒരിക്കലും അത് കണക്ക് കൂട്ടിയിട്ടുമില്ല. സിപിഎമ്മിനെ കെട്ടിപ്പൂട്ടി തൃശൂരിൽ വിജയം ഉറപ്പിക്കുകയാണോ ബിജെപി ലക്ഷ്യം എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ പോലും ഇപ്പോഴുണ്ടാകുന്നു. കരുവന്നൂരിൽ ലീഡ് നീക്കങ്ങൾ നടത്തുമ്പോഴൊക്കെ പുതിയ ഇന്ത്യ പുതിയ കേരളം എന്ന ബിജെപി ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് ആവർത്തിക്കുകയാണ് സിപിഎം. എന്നാൽ കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയം ഒരു പുതിയ വിഷയമല്ല. കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയം ഏതാണ്ട് 6 മാസത്തോളമായി കേരളത്തിലുണ്ട്. കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ് കരുവന്നൂർ. മാത്രമല്ല, കരുവന്നൂരുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ഇഡി അന്വേഷണം നടത്തി വരികയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ സ്വാഭാവികമായ നടപടി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തരത്തിലുള്ള സൂചനകളും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും അത് തെരഞ്ഞെടുപ്പ് കാലത്തായിപ്പോയി എന്നുള്ളത് ഒരു തരത്തിലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. തനിക്ക് ഇഡിയെ അറിയില്ല എന്നും അവർ അവരുടെ പണിയെടുക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് സുരേഷ് ഗോപിയും പറയുന്നത്. ഏതായാലും തൃശ്ശൂരിൽ ഏതാണ്ട് വിജയം ഉറപ്പിച്ച അവസ്ഥയിലായിരുന്ന സുരേഷ് ഗോപിക്ക് ചിലപ്പോഴെങ്കിലും മത്സരം അല്പം കടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ത്രികോണ മത്സരം എന്ന സാധ്യതകൾ, ആ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകൾ വലിയ രീതിയിൽ കോൺഗ്രസ് കൂടി അവിടേക്ക് കെ മുരളീധരനെ കൂടി രംഗത്തെത്തിച്ചതോടെ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി മാറി. അവിടെ നിന്നും ടി.എൻ. പ്രതാപനെ ഓടിക്കുകയും ചെയ്തു. എന്തായാലും നല്ല കടുത്ത മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ വിജയം ആരുടെ പക്ഷത്തായിരിക്കുമെന്ന സംശയം ഇപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും ഒരു സംശയമായെങ്കിലും വരുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപി തന്റെ വിജയം ചെറിയ മാർജിനിലെങ്കിലും കൈവരിക്കും എന്ന തരത്തിൽ ചിലരെങ്കിലും പ്രതീക്ഷിക്കുന്നുമുണ്ട്.